ക്യാമ്പുകളിൽ കൃത്യമായ വൈദ്യ പരിശോധന നടത്തുന്നു. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പ്രത്യേകമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, പകർച്ചവ്യാധികൾ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തകർന്നുപോയ വീടുകളുണ്ട്. ആ വീടുകൾ തകർന്നു പോയെങ്കിൽ പൂർണ്ണമായി പല 15%, 50% ഇങ്ങനെ പല വീടുകൾ കൊടുക്കുന്നത്. പൂർണ്ണമായ തകർന്ന വീടിന് ഇതുവരെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ഈ പ്രാവശ്യം 6 ലക്ഷം രൂപയാക്കി ആദ്യമായിട്ടാണ് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തകർന്നുപോയ പൂർണ്ണമായി തകർന്നുപോയ വീട്, ബാക്കിയുള്ള ഡാമേജിലെല്ലാം ഭാഗികമായി ഡാമേജ് പറ്റുന്നതിനെല്ലാം ഉള്ള സഹായങ്ങളുണ്ട്. കൃഷിനാശം സംഭവിച്ചതിന് സാധാരണ നെൽകൃഷി 2.5 ഹെക്ടർ സ്ഥലം 2.5 ഏക്കർ നെൽകൃഷി നശിച്ചാൽ ഇവിടുത്തെ 13,000 രൂപയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ കാർഷിക മേഖലയിലെ തകർച്ചയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. അതുപോലെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു സഹായം കിട്ടിയില്ല. പ്രഖ്യാപിച്ചിട്ടൊരു ഉജ്ജീവൻ പലിശ രഹിത ഒരു വായ്പാ സംവിധാനം നടന്നില്ല. ഈ പ്രാവശ്യം കച്ചവടക്കാരുടെ കാര്യം പ്രത്യേകമായി നാളെ മന്ത്രിസഭാ യോഗം അവര് കാരണം അമ്പത്തും ദുരിതം അനുഭവിച്ചവരാണ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇപ്പോ എബി ഇവിടെ വന്നു പോയത് 7 കടകളാണ് 2012 കോടതി ഉത്തരവ് ഉണ്ടായത് പോലും 4 കോടി രൂപ അദ്ദേഹം രോഗബാധിതനായി. എബി ഇവിടെ നിങ്ങളുടെ എല്ലാവരും പ്രതീകമായി വന്ന് ഞാൻ സംസാരിച്ചു. എനിക്ക് വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കച്ചവടക്കാരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഇപ്രാവശ്യം പ്രത്യേകമായി സ്വീകരിക്കും. അവർക്ക് വായ്പ നൽകുന്ന കാര്യവും മറ്റ് സഹായം ചെയ്യുന്ന കാര്യവും തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ ആലോചിച്ച് തീരുമാനിക്കും. തകർന്നുപോയ വീടുകൾ, സ്കൂള് ഇതിന്റെ പിൻഭാഗം ഇടിഞ്ഞു വീഴുന്ന ഒരു പരാതി വന്നിരുന്നു. അതെല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി MLA എല്ലാ കാര്യത്തിലും ഉണ്ട്. അന്ന് മുതൽ ആ സമയം മുതൽ ഞങ്ങൾ MLA മന്ത്രിയൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്താൻ, NDRF ഏർപ്പെടുത്താൻ എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ദുരിതം വരും. ദുരിതം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കട്ടെ. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ നദികളെല്ലാം നിറഞ്ഞിറക്കിയാണ്. 2018 വെള്ളപ്പൊക്കത്തിലെ മണ്ണിൽ നിറഞ്ഞിറക്കിയാണ്. നമ്മൾ ഇതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അടിയന്തരമായ മണ്ണ് നീക്കം ചെയ്യുന്നത് നടക്കുകയാണ്. ഡാമിൽ മഴ പെയ്യുന്നത് ജൂലൈയിൽ മഴ പെയ്യാത്തതുകൊണ്ട് രക്ഷമുണ്ടാകും. ജൂണിലും ജൂലൈയിലും മഴ പെയ്യുന്ന ഡാമും ഇറങ്ങുകയും ഡാമിൽ അവിടെയും ചെറിയ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സേഫാണ്. ഇപ്പൊ എന്താ വെച്ചാൽ പമ്പ ഉൾപ്പെടെ വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നദിക്കില്ല. കാരണം നദിയിൽ മുഴുവൻ ചെളി മണ്ണുമാണ്. അത് നീക്കിയാൽ ഒരുമാതിരി പെയ്ത മഴയൊക്കെ നദി ആഭ്യന്തരമായി കേരളം മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ